മാണ്ഡൂക്യോപനിഷത്ത്. മാണ്ഡൂക്യോപനിഷത്ത് അഥർവ വേദത്തിലുള്ള ഉപനിഷത്താണ്. ഇതിന് ഗൗഡപാദാചാര്യരുടെ കാരിക ഇതിനെ വിഭജിച്ച് 4 പ്രകരണങ്ങളാക്കിയാണ് ഗൗഡപാദാചാര്യർ വ്യാഖ്യാനിച്ചത്. ആഗമപ്രകരണം, അത് പ്രമാണപ്രധാനമായിട്ട് അദ്വൈതത്തിനെ സ്ഥാപിക്കുന്നതിന് ശ്രുതി പ്രമാണത്തെ അവലംബിച്ചുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുള്ളതാണ് ആഗമപ്രകരണം. രണ്ടാമത് വരുന്നത് വൈദഗ്ധ്യപ്രകരണം. അദ്വൈതം സമർത്ഥിക്കുന്നതിന് പ്രപഞ്ചമിഥ്യാത്വം അത് സമർത്ഥിക്കണം. പ്രപഞ്ചമിഥ്യാത്വത്തെ സമർത്ഥിക്കുന്നതിനുള്ള വൈദഗ്ധ്യപ്രകരണം. അത് കഴിഞ്ഞ് അദ്വൈത പ്രകരണം. ഇവിടെ അദ്വൈതത്തെ ഉറപ്പിക്കുന്നു. അതിനെതിരായുള്ള യുക്തികളെല്ലാം നിഷേധിച്ചുകൊണ്ട് അവസാനം അലാദശാന്തി പ്രകരണം. ഈ പ്രപഞ്ചപ്രതീതി വട്ടം ചുറ്റുന്ന തീക്കൊള്ളി പോലെയാണ്. വാസ്തവത്തിൽ ഇതൊരു ഭാനം മാത്രമാണ്. പ്രപഞ്ചം സത്യമല്ല. ഈ തരത്തിലവിടെ വിശദീകരിക്കുന്നു. അതും പ്രപഞ്ചം സത്യമല്ല, നിർഗുണ ബ്രഹ്മം അത് മാത്രമാണ് സത്യം. അതാണ് ഇതിന്റെ ചുരുക്കം. അപ്പോൾ അത് ഉപനിഷത്തിൽ നിന്നും വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാരിക ഗൗഡപാദാചാര്യർ രചിച്ചത്. മാണ്ഡൂക്യ കാരിക എന്ന് പേരിലത് പ്രസിദ്ധവുമാണ്. ഭാഷ്യകാരൻ ആചാര്യസ്വാമികൾ ഉപനിഷത്തിനും കാരികയ്ക്കും ഭാഷ്യം രചിച്ചു. അതുകൊണ്ട് ഭാഷ്യവും വളരെ വിപുലമാണ്. അതിൽ ഉപനിഷത്ത് ഭാഷ്യം പ്രത്യേകിച്ചും വളരെ ശ്രദ്ധേയമാണ്, വളരെ ഗംഭീരമാണ്. ഉപനിഷത്തിന്റെ ആശയങ്ങളെ വളരെ ഗഹനമായ രീതിയിൽ ഉപനിഷത്ത് ഭാഷ്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്വൈതത്തെ ഇത്രയും വ്യക്തമായി ഗഹനമായി വിശദീകരിക്കുന്ന മറ്റൊരു ഭാഷയുമില്ല. കാരികകളിൽ, മാണ്ഡൂക്യ കാരികളിൽ തന്നെ ആശയം സ്പഷ്ടമാണ്. അതുകൊണ്ട് അതിന്റെ ഭാഷ്യം കൂടുതൽ വിശദീകരണങ്ങളുടെ ആവശ്യം വന്നിട്ടില്ല. അത് കാരികകളുടെ ഒരു വ്യാഖ്യാനം പോലെയുണ്ട്. പക്ഷെ ഉപനിഷത്ത് ഭാഷ്യം അങ്ങനെയല്ല. വളരെ വിശദമായി, എന്നാൽ ഗഹനമായി അദ്വൈത തത്വത്തെ പ്രകടമാക്കുന്നുണ്ട്. അദ്വൈതം എന്ന ആശയം തന്നെ ഈ മുഖ്യമായിട്ടും ഈ മാണ്ഡൂക്യ ഉപനിഷത്തിൽ നിന്നാണ് ഭാഷ്യകാരൻ വിശദീകരിച്ചത് എന്നാണ് പലരും പറയുന്നത്. അദ്വൈതത്തിന് അനുകൂലമായി ഏറ്റവും കൂടുതൽ
ആശയങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഈ മന്ത്രങ്ങളിലാണ്. മാണ്ഡൂക്യോപനിഷത്തില് 12 മന്ത്രങ്ങളിലാണ്. ഇത് ആകാരം കൊണ്ടിത് ചെറുതാണെങ്കിലും അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ആശയം കൊണ്ടിത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് കാരികയ്ക്കുകൂടി ഭാഷ്യകാരൻ വ്യാഖ്യാനം എഴുതുന്നത്. ഭാഷ്യകാരന്റേതാണ് വ്യാഖ്യാനം എന്ന് വിശ്വസിക്കുന്നു. കാരിക വ്യാഖ്യാനം ചില പ്രത്യേകതകളുമുണ്ട്. മറ്റു ഭാഷ്യങ്ങളിലൊന്നും ഭാഷ്യകാരൻ മംഗളാചരണം ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും എഴുതിയിട്ടില്ല. ഇവിടെ അങ്ങനെയല്ല. ഇതിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഭാഷ്യകാരൻ മംഗളാചരണം ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ മംഗളരൂപത്തിൽ ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഈ ഉപനിഷത്തിന് മാത്രമുള്ള പ്രത്യേകത. ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പോലും ഭാഷ്യകാരൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇവിടെ മംഗളാചരണം ശ്ലോകരൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ബ്രഹ്മത്തിന്റെ പാദങ്ങളെ ഓങ്കാരത്തിന്റെ പാദങ്ങളോട് അഭേദമായി പ്രതിപാദിക്കുന്നു. അതിന്റെ ഒരു പ്രത്യേകതയാണ്. മന്ത്രത്തിനും ഭാഷ്യത്തിനും അത് വിശദമാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അകാരോകാര മകാര എന്ന് പറയുന്ന ഓങ്കാര മാത്രകൾ അമാത്ര, അതിനോട് അഭേദമായി ബ്രഹ്മത്തെയും കണ്ടിരിക്കുന്നു. തുരീയം എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട് തന്നെ മുഖ്യമായിട്ടും ഈ ഉപനിഷത്തിൽ നിന്ന് ഒന്നാണ്. തുരീയം നിർഗുണ ബ്രഹ്മം എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത്. ആ നിർഗുണ ബ്രഹ്മത്തെ തുരീയ രൂപത്തിൽ ഇവിടെയാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമാത്ര എന്ന് പറഞ്ഞ് നിർഗുണ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നതുകൊണ്ട് നിർഗുണ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു തത്വത്തെ, അത്തരം ഒരാശയത്തെ ഭാഷ്യകാരന് വളരെ വിശദമായി പ്രതിപാദിക്കുന്നതിന് ഈ ഉപനിഷത്ത് തന്നെയാണ് മുഖ്യമായ അവലംബമായി തീർന്നത്. പ്രപഞ്ചമിഥ്യാത്വം, അതിനുവേണ്ടി ഭാഷ്യകാരൻ സാധാരണ പറയാറുള്ള ദൃഷ്ടാന്തം രജ്ജുസർപ്പം. രജ്ജുസർപ്പം കൂടുതൽ വരുന്നത് ഈ ഉപനിഷത്തിലാണ്. ഇതിന് നിറയെ രജ്ജുസർപ്പമാണ്. അദ്വൈതത്തിന് അതുകൊണ്ട് ഇവിടെ ഇത് കേൾക്കാനിരിക്കുന്നവര് രജ്ജുസർപ്പമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. അത് പ്രതീക്ഷിച്ചിരിക്കേണ്ട, നിരാശയായിരിക്കും ഫലം. മറ്റൊന്നിനും ഇതിന് സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ, ഭാഷ്യത്തിന്റെ വ്യാഖ്യാനം ആനന്ദഗിരി വ്യാഖ്യാനത്തിൽ പറയും. ശരിക്കും ഇതിനൊരു ശാസ്ത്രം എന്ന് പോലും പറയാൻ കഴിയത്തില്ല. ശാസ്ത്രം എന്ന് പറയുന്നതിന്റെ പൂർണ്ണമായ അർത്ഥത്തെ ഇവിടെ, കാരണം ശാസ്ത്രം എന്ന് പറയുന്നതിന്റെ സാങ്കേതിക അർത്ഥം അതിവിടെ ആനന്ദഗിരി പറയുന്നുണ്ട്. ഏക പ്രയോജന ഉപനിബദ്ധം അശേഷാർത്ഥ പ്രതിപാദകം ഹി ശാസ്ത്രം. ആനന്ദഗിരി വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സാങ്കേതികമായ ഒരു വിശദീകരണമാണ്. ആ തരത്തിൽ ഇതിനൊരു ശാസ്ത്രം എന്ന് പോലും പറയാൻ കഴിയത്തില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഏക പ്രയോജന ഉപനിബദ്ധം, ഒരു മുഖ്യമായ പ്രയോജനം
അതിനെ പ്രതിപാദനം ചെയ്യുന്നതായിരിക്കണം. എന്നാൽ ആ പ്രയോജനത്തിന് വേണ്ടിയുള്ള സർവ്വ വിഷയങ്ങളെയും ചർച്ച ചെയ്യുന്നതുമായിരിക്കും. എന്നാലേ അതിന് ശാസ്ത്രമെന്ന് വിളിക്കാൻ പറ്റും. ഇവിടെ ഏകപ്രയോജനം അത് സ്പഷ്ടമാണ്. അധ്യാത്മശാസ്ത്രത്തിന്റെ പ്രയോജനം മോക്ഷമാണ്. അതുകൊണ്ട് ഏകപ്രയോജനം എന്ന് പറയുന്ന അംശം യോജിക്കുന്നുണ്ട്. മോക്ഷമാകുന്ന പ്രയോജനത്തോടുകൂടിയതാണ്. മോക്ഷമാണ് ഇതിന്റെ പ്രയോജനം. ഇവിടെ ആനന്ദഗിരിയിൽ പിന്നീട് പറയും വേദാന്ത വിചാരം. അതാണ് അദ്വൈതികൾ മോക്ഷത്തിന് ഉപായമായി നിർദ്ദേശിക്കുന്നത്. അതിനിത് സഹായിക്കുന്നു. വേദാന്ത വിചാരത്തിന്. വേദാന്ത വിചാരം എന്ന് പറയുമ്പോൾ അത് അദ്വൈത വിചാരമായിരിക്കും. വേദാന്തം എന്ന് പറഞ്ഞാൽ ഏത് ആശയമാകും, പക്ഷെ അത് അദ്വൈത വിചാരമായിരിക്കും. ആ അദ്വൈത വിചാരമാണ് മോക്ഷത്തിന് ഉപയോഗം. മുഖ്യപ്രയോജനം എന്ന് പറയുന്നത് എന്താണ്? മോക്ഷം തന്നെ. അതിനുവേണ്ടിയുള്ള അശേഷാർത്ഥ പ്രതിപാദം. എല്ലാ വിഷയങ്ങളെയും ചർച്ച ചെയ്യുന്നു. അതിവിടെ ഇല്ല. മോക്ഷത്തിന് ഉപയോഗിയായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നു. മോക്ഷത്തിന് ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ഏതൊക്കെയാണ്? ശ്രീമദ് ഭഗവത്ഗീതയിൽ നമ്മൾ ചർച്ച ചെയ്ത നാനാ വിഷയങ്ങൾ, കർമ്മയോഗം, പലതരത്തിലുള്ള ഭക്തികൾ, പലതരത്തിലുള്ള യോഗങ്ങൾ, സാധനാമാർഗങ്ങൾ, ഇതിനൊന്നും ഇവിടെ യാതൊരു സ്ഥാനവും. അതുകൊണ്ട് തന്നെ ഇതിനെ അദ്വൈത ശാസ്ത്രം എന്ന് പറയാൻ പറ്റത്തില്ലെന്നാണ്. സാധാരണ ശാരീരക ശാസ്ത്രം എന്ന് പറയും അദ്വൈതത്തിൽ. മുഖ്യമായി ബ്രഹ്മസൂത്രം അതൊരു ശാസ്ത്രമാണ്. കാരണം അതിനകത്ത് പല വിഷയങ്ങളെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. കർമ്മങ്ങളെക്കുറിച്ച്, ഉപാസനകളെക്കുറിച്ച്, ഫലം, സാധന, അവിരോധം തുടങ്ങി പല വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നു. അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ രസകരങ്ങളായ അത്തരം വിഷയങ്ങളൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. ഇത് കടുത്ത വേദാന്തമാണ്, അല്ലെങ്കിൽ മുരട്ട് വേദാന്തമാണെന്ന് വേണമെങ്കിൽ പറയാം. യാതൊരു ദൈവവുമില്ലാത്ത വേദാന്തം അദ്വൈതം. അത് കേട്ടാൽ ഉറക്കം വരാത്തവർ മാത്രം ഇവിടെ ഇരുന്നാൽ മതി. ഇവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. കാരണം അതിന്റെ പ്രതിപാദന രീതിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ആനന്ദഗിരി പറയുന്നത് ഇതിനൊരു ശാസ്ത്രമെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. ഒറ്റ വിഷയമേ പറയുന്നു, ബ്രഹ്മസത്യം ജഗന്മിഥ്യ. അതിൽ വെള്ളം ചേർത്ത് മറ്റെന്തെങ്കിലും ഒന്നും പറയാൻ ഉള്ള ഒരു പഴുതുപോലും ഇനിയില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ കലർത്തി പറഞ്ഞു. ഭഗവത്ഗീത പോലെയുള്ള ഒരു അഭ്യാസം ഇനി നടക്കത്തില്ല. അത് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇതിനെ പറയുന്നതാണ് ഇതൊരു പ്രകരണമാണ് എന്ന് പറയുന്നു. ആനന്ദഗിരിയുടെ അഭിപ്രായമാണ്, എന്റെ അഭിപ്രായമാണ്. ശാങ്കരഭാഷ്യത്തിന്റെ പ്രധാന വ്യാഖ്യാതാവാണ് ആനന്ദഗിരി. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. പ്രകരണം എന്ന് പറയുമ്പോൾ ശാസ്ത്രേകദേശ സംബദ്ധം ശാസ്ത്രകാര്യാന്തരേ. ഒരു ശാസ്ത്രത്തിന്റെ ഒരു വിഷയത്തെ മുഖ്യമായി പ്രതിപാദനം ചെയ്യുക, അതിനു വേണ്ടി വരുന്ന മറ്റു കാര്യങ്ങളും പറയുക. ആ ഒരു മുഖ്യമായ വിഷയത്തിന് വേണ്ടി. അതാണ് പ്രകരണത്തിന്റെ പ്രത്യേകത. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഒരു മുഖ്യമായ പ്രയോജനം കാണും. ആ പ്രയോജനത്തിന് വേണ്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുക. ഗീത ശാസ്ത്രമാണ്. ഇവിടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. മോക്ഷോപയോഗിയായിട്ട് ഇവിടെ അങ്ങനെ എന്ന് വിചാരിച്ച് ഭാഷ്യകാരൻ ഇതിന് ശാസ്ത്രം എന്നുള്ള ശബ്ദമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ശാസ്ത്രമെന്ന് പലയിടത്തും പറയുന്നുണ്ട്. ശാസ്ത്രമെന്ന് പറയുന്നതും
അതിന്റെ മുഖ്യമായ അർത്ഥത്തിലല്ല, പ്രകരണം എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ശാസ്ത്രേകദേശ സംബന്ധം. ശാസ്ത്രേകദേശം എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിലെ ഒരു വിഷയം എന്താണോ മുഖ്യമായ ഒരു വിഷയം, നിർഗുണ ബ്രഹ്മം. അദ്വൈതികളെ സംബന്ധിച്ചിടത്തോളം നിർഗുണ ബ്രഹ്മം. ആ നിർഗുണ ബ്രഹ്മത്തെ കുറിച്ച് മാത്രമേ ഇവിടെ പ്രതിപാദിക്കുന്നുള്ളൂ. അതിനു വേണ്ടി വരുന്ന മറ്റു കാര്യങ്ങൾ, മായ സിദ്ധാന്തം, അജാതവാദം തുടങ്ങിയ കാര്യങ്ങൾ, അതാണ് ശാസ്ത്ര ഏകദേശ സംബന്ധം. ശാസ്ത്ര കാര്യാന്തരേ സ്ഥിതം എന്ന് പറയുന്നത് അതിനെ മാത്രം ചർച്ച ചെയ്യും. അപ്പൊ അതിനോട് വാസനയുള്ളവർക്ക്, അതിൽ അഭിരുചിയുള്ളവർക്ക്, അതിനോട് ഇഷ്ടം തോന്നുന്നവർക്ക് ഇത് രസകരമായി തോന്നും. അവർക്കിത് വളരെ രസകരമായി. അതിനുള്ള വാസന ഇല്ലാത്തവർക്ക്, അതിനോടൊരിഷ്ടം തോന്നാത്തവർക്ക് ഇത് വളരെ മുഷിപ്പനായിരിക്കും. ഈ സംഗതി, ഇവിടുത്തെ ചർച്ച ആദ്യമേ പറയുന്നത് അവസാനം എന്റെ പോരായ്മയാണെന്ന് പറഞ്ഞ് എന്റെ തലയിൽ കെട്ടിവെക്കുന്നു. വിഷയത്തിന്റെ ഒരു രീതിയാണ്, അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ചർച്ച ചെയ്യുന്നതിന് ഞാനൊന്നും മടിച്ച്, ഇവിടെ ആവശ്യമുണ്ടോ, ഞാൻ ഒഴിഞ്ഞു മാറി. എന്നാലും ചിലരുടെ നിർബന്ധം അല്ല, ഇതിനു പറ്റിയ ആൾക്കാർ ഇവിടെ ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ടറിയാം, നമുക്ക് കാത്തിരുന്ന് കാണാം എത്ര പേരുണ്ടാകും. എന്തായാലും നോക്കാം. നിർഗുണ ബ്രഹ്മത്തിനോട് പ്രേമമുള്ള എത്ര പേരിവിടെ ഉണ്ടെന്ന് നമുക്ക് 1-2 ദിവസത്തിനകം തന്നെ മനസ്സിലായി. ഇത് ഒരുപാട് നീണ്ടുപോകേണ്ട ആവശ്യം വരത്തില്ല. അതാണപ്പോൾ ഇതിന്റെ വിഷയം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, അപ്പൊ ഇതിൽ മറ്റു കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി പറയേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. അദ്വൈതത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഭാഷ്യകാരനും വ്യാഖ്യാതാക്കളും എല്ലാം പറയും, ഇതിന്റെ പ്രയോജനം മോക്ഷം. അതിന്റെ ഉപായം വേദാന്ത വിചാരം. വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്. ഭാഷ്യവും കാരികയും അതിന്റെ വ്യാഖ്യാനമെല്ലാം ചെയ്യുന്നത് എന്താണ്? ഇത് വിചാരാത്മകമാണെന്ന് വെച്ചാൽ വിചാരമാണ് ഇവിടെ നടത്തുന്നത്. വേദാന്ത വിചാരമാണ് നടത്തുന്നത്, അദ്വൈത വിചാരമാണ് നടത്തുന്നത്, അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചുള്ള വിചാരമാണ് ഇവിടെ നടത്തുന്നത്. വിചാരം എന്ന് പറയുമ്പോൾ അത് ആശയത്തിന്റെ തലമാണ്, ബുദ്ധിയുടെ സങ്കല്പത്തിന്റെ ഒരു തലമാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആശയത്തിന്റെ സങ്കല്പത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ ഉൾക്കൊള്ളാനേ പറ്റും, അങ്ങനെ മനസ്സിലാക്കാനേ പറ്റും. അത് കേവലം ഒരു ഉപായം മാത്രമാണ്. ആശയത്തിന്റെ തലത്തിൽ ഇതിനെ ഉൾക്കൊള്ളുക. പക്ഷെ ഇതിനപ്പുറം ഇതിന്റെ അനുഭൂതിയുടെ ഒരു തലമുണ്ട്. അതിനെ നമുക്ക് വിചാരമെന്നോ അല്ലെങ്കിൽ സങ്കല്പമെന്നോ കേവലം ആശയങ്ങളെന്നോ പറയാൻ പറ്റത്തില്ല. കേവലം ആശയങ്ങളെന്ന് പറയുമ്പോൾ ശബ്ദാത്മകമായ നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മൾ നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചായാലും പ്രപഞ്ച മിഥ്യാത്വത്തെക്കുറിച്ചായാലും നമ്മൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം ശബ്ദാത്മകമായ ആശയങ്ങളായിട്ടാണ്. അതിനെ കേവലം ഉപായമായിട്ടാണ് പറയുന്നത്. ഇതിന്റെ അവസാനമല്ല. ഇപ്പോ ആചാര്യസ്വാമികൾ ഇതിനെ അവതരിപ്പിക്കുന്നത്
കേവലം ഒരു ആശയത്തിന്റെ അല്ലെങ്കിൽ ശബ്ദാത്മകമായ വിചാരത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടല്ല. അതിനപ്പുറമുള്ള ഒരു അനുഭൂതിയുടെ തലത്തിൽ നിന്നുകൊണ്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ അതാണ് ഇതിന്റെ മുഖ്യമായ തലം. നമ്മളിതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ, ചിന്തിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളത് അംഗീകരിക്കണം. എന്താണ് നമ്മൾ നിൽക്കുന്നത്? കേവലം ആശയത്തിന്റെ തലത്തിലാണ്, അനുഭൂതിയുടെ തലത്തിലല്ല. അവിടെ എത്തിച്ചേരണം. അവിടെ എത്തിച്ചേരാൻ ഏതെങ്കിലും സുഹൃതികൾക്ക് കഴിഞ്ഞാൽ അത് ഗുരുകൃപ എന്ന് നമുക്ക് പറയാം. അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് മുഖ്യം. അതിനുപകരിക്കുന്നതായിരിക്കും ഈ ചർച്ച. അതുകൊണ്ട് ഈ ചിന്ത അല്ലെങ്കിൽ ഈ ചർച്ച ഇതിവിടെ അവസാനിക്കുന്നതല്ല, ഇതിന്റെ പൂർണ്ണതയല്ല. അതിനപ്പുറം അതിന്റെ അനുഭൂതിയിലാണിത് പൂർണ്ണമാകുന്നത്. അതിനുള്ള മാർഗനിർദ്ദേശമാണ് ഇവിടെ ഉപനിഷത്തും ആചാര്യന്മാരും ചെയ്യുന്നത്. അത് നമ്മുടെ മനസ്സിൽ മുഖ്യമായിരിക്കേണ്ട കാര്യമാണ്. ഉപനിഷത്തെക്കുറിച്ച് പൊതുവായ കാര്യങ്ങളെല്ലാം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ അത് വിശേഷമായിട്ട് വരുന്നത് മാണ്ഡൂക്യ കാരികയാണ്. കാരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശ്ലോകരൂപത്തിലുള്ള വ്യാഖ്യാനം. അതിനാണ് സംസ്കൃതത്തിൽ കാരിക എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒന്നിനൊരു വ്യാഖ്യാനം എഴുതുമ്പോൾ അത് ശ്ലോകരൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ അതിനെ കാരിക എന്ന് പറയും. അതൊരു സാങ്കേതികമായ ഒരു സംജ്ഞയാണ്, ഒരു പേരാണ്. ആ കാരിക ശ്ലോകരൂപത്തിലുള്ള വ്യാഖ്യാനം അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്, ഈ ഉപനിഷത്തിന്റെ പ്രത്യേകതയാണ്. മറ്റു ചില ഉപനിഷത്തുകൾക്കും ഇതുപോലെയുണ്ട്. അതുപോലെ തന്നെ ബൃഹദാരണ്യ ഉപനിഷത്തിന് വാർത്തകമുണ്ട്, ശ്ലോകരൂപത്തിലുള്ള വ്യാഖ്യാനം. വാർത്തകം രണ്ടു തരത്തിലും വരാം, ഗദ്യരൂപത്തിലും വരാം, പദ്യരൂപത്തിലും വരാം. തൈത്തിരീയത്തിനുണ്ട് ശ്ലോകരൂപത്തിലുള്ള വ്യാഖ്യാനമുണ്ട്. അതിനിവിടെ വാർത്തികം എന്ന് പറയുന്നു. പക്ഷെ വാർത്തികം എപ്പോഴും ശ്ലോകരൂപത്തിലായിരിക്കണമെന്നില്ല, ഗദ്യരൂപത്തിലും ആവാം. പക്ഷെ കാരിക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ശ്ലോകരൂപത്തിലുള്ള വ്യാഖ്യാനം. അതും പറയുന്നതാണ് അല്പാക്ഷരങ്ങളെ കൊണ്ട് വിശദമായ ആശയങ്ങളെ പ്രകടമാക്കുന്ന ശ്ലോകങ്ങൾ. അതിനാണ് കാരിക എന്ന് പറയുന്നത്. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ്, അദ്വൈതത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ്, അതിന്റെ വിചാരമാണ്. ആ വിചാരത്തിന്റെ ഫലം ഇവിടെ തന്നെ പറയുന്നത് അദ്വൈത അനുഭൂതിയാണ്. ആ അദ്വൈത അനുഭൂതിയാണ് മുക്തിക്ക് കാരണമായി ഇവിടെ നിർദ്ദേശിക്കുന്നത്. അതിനുള്ള ഒരു ഉപായം എന്നുള്ള നിലയ്ക്കാണ് ഈ വിചാരം, ഈ വേദാന്ത പ്രകരണത്തെക്കുറിച്ചുള്ള വിചാരം എന്നതിന് വ്യാഖ്യാനത്തിൽ പറയുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതിലേക്ക് കടക്കേണ്ടത്. ഇത് അഥർവവേദീയ ഉപനിഷത്താണ്. അതിൽ ഇതിന്റെ ശാന്തിമന്ത്രം അതാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഭദ്രം കർണേഭി എന്ന പ്രസിദ്ധമായ ശാന്തിമന്ത്രമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് പാരായണം ചെയ്യാം. ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമ അക്ഷിഭിർയജത്രാഃ സ്ഥിരൈർ അംഗൈർ
തുഷ്ടുവാൻ സസ്തനൂഭിഃ. അത് പിരിച്ച് വായിക്കുന്നത് ശ്രദ്ധിക്കണം. സ്ഥിരൈഹി അംഗൈഹി തുഷ്ടുവാൻ തനൂഭിഃ. വ്യശേമ ദേവഹിതം യദായുഃ. സ്വസ്തി നഃ ഇന്ദ്രോ വൃദ്ധശ്രവാഃ. സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ. സ്വസ്തി നഃ താർക്ഷ്യോ അരിഷ്ടനേമിഃ. സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഇത് നമ്മൾ സാധാരണ ചേർത്ത് വായിക്കുമ്പോൾ പലരും തെറ്റിക്കാറുണ്ട്. അവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്ത് വായിക്കും. അത് ശ്രദ്ധിക്കണം. ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ. ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ. സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിഃ. വ്യശേമ ദേവഹിതം യദായുഃ. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ. സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ. സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ. സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ദേവ, ദേവന്മാരെന്ന് പറയുന്ന ഇവിടെ സംബോധനയാണ്. അല്ലയോ ദേവന്മാരെ, ഞങ്ങൾ വയം കർണേഭി ഭദ്രം ശൃണുയാമ. ഇവിടെ അവസാനം പറയുന്നുണ്ട് യജത്രാഹ, യാഗം ചെയ്യുന്നവരായ ഞങ്ങൾ, കർണേഭി ഞങ്ങളെ ചെവികളെ കൊണ്ട്, ഭദ്രം, ഭദ്രമെന്നും സ്വസ്തി എന്നും എല്ലാം പറഞ്ഞാൽ മംഗളം എന്നുള്ള അർത്ഥത്തിൽ മംഗളകരമായവ കേൾക്കട്ടെ. യജത്രാഹ യജിക്കുന്നവരായ ഞങ്ങൾ. യാഗമെന്നുള്ളതിന് മുഖ്യമായിട്ട് ദേവപൂജ എന്നുള്ള അർത്ഥമാണ്. എന്നാൽ എല്ലാ സത്കർമ്മങ്ങളും എന്നുള്ള അർത്ഥവും അതിനുള്ളതാണ്. യാഗശബ്ദത്തിന് ഈശ്വരപൂജ എന്നുള്ള അർത്ഥം അതിനുണ്ട്. അങ്ങനെ സത്കർമ്മങ്ങൾ ചെയ്യുന്നവരായ ഞങ്ങൾ നല്ലത് കേൾക്കാൻ ഇടവരട്ടെ. ശുഭം, ഭദ്രമായത്, മംഗളകരമായത് ഞങ്ങളുടെ ചെവികൾ കൊണ്ട് കേൾക്കാൻ ഇടവരട്ടെ. ഇവിടെ ദേവതാ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർമ്മത്തിന്റെ പ്രകടനം, ആ കർമ്മം പൂർണ്ണമായി, ആ കർമ്മത്തിൽ ദേവത പ്രീതനായി, ആ ദേവതയുടെ അനുഗ്രഹം ആ കർമ്മം ചെയ്യുന്നവനുണ്ടാകട്ടെ. അത് സർവാത്മനായുള്ള അനുഗ്രഹം, എല്ലാ രൂപത്തിലും, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അനുഭവിക്കുന്നതും അനുഗ്രഹ രൂപത്തിലാകട്ടെ. അതുകൊണ്ട് ഇവിടെ പറയുന്നു കേൾക്കുന്നത് മംഗളകരമായിരിക്കട്ടെ. ആധ്യാത്മികമായ സന്ദർഭത്തിലാണെങ്കിൽ ആധ്യാത്മികമായി ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നന്മയെ മാത്രം നൽകട്ടെ എന്നാണ്. ഒരിന്ദ്രിയത്തെ പ്രത്യേകം എടുത്ത് പറയുന്നു, കേൾക്കുന്നത് മംഗളകരമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അടുത്ത് പറയും കാണുന്നത് ശോഭനമായിരിക്കട്ടെ. സർവേന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ഗ്രഹിക്കുന്നതെല്ലാം
ശ്രേയസിനെ പ്രദാനം ചെയ്യട്ടെ, എല്ലാം പരമമായി മോക്ഷത്തിന് ഉപകരിക്കട്ടെ എന്ന ആധ്യാത്മികമായ സന്ദർഭത്തിൽ ചിന്തിക്കാം. സർവത്ര ഭദ്രം ആയിരിക്കട്ടെ, അനിഷ്ടങ്ങൾ, വിഘ്നങ്ങൾ അതെല്ലാം ഒഴിവാകട്ടെ, അതിന് പരമാത്മാവ് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇത് ഉപനിഷത്ത് വിചാരത്തിന്റെ അല്ലെങ്കിൽ ആധ്യാത്മിക വിചാരത്തിന്റെ സന്ദർഭത്തിലാണെങ്കിലോ ഇവിടെ ശ്രുതി മന്ത്രങ്ങളാണ് ശ്രവിക്കുന്നത്. ആ ശ്രവിക്കുന്ന മന്ത്രങ്ങൾ ആ ശ്രോതാവിൽ ഫലവത്തായിത്തീരണം. അത് ഫലവത്തായിത്തീരണമെങ്കിൽ പ്രധാനമായി ഗുരുവിന്റെ അനുഗ്രഹം വേണം, ഈശ്വരന്റെ അനുഗ്രഹം വേണം, ഋഷിമാരുടെ അനുഗ്രഹം വേണം. അപ്പോൾ അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദേവാഹ ആ സംബോധന എല്ലാവർക്കും യോജിക്കുന്നതാണ്. ഗുരുവിനും ഋഷിക്കും പരമാത്മാവിനും എല്ലാം യോജിക്കുന്നതാണ്. അങ്ങനെ ഈ ശ്രവണ മനനങ്ങൾ ഫലവത്തായി തീരട്ടെ, കർണേഭി ശ്രവിക്കുന്നത് എന്ന ആധ്യാത്മിക സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഒരു അർത്ഥനയില്ലാതെ കേവലം ബുദ്ധിവ്യായാമം കൊണ്ട് മാത്രം ഇതിന്റെ പരമമായ പ്രയോജനം നേടാൻ സാധ്യമല്ല എന്നിവിടെ ഉപനിഷത്ത് തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞല്ലോ, ഇത് വിചാരത്തിൽ നിന്നാൽ പോരാ, ഇത് അനുഭൂതിയുടെ തലത്തിലെത്തണം. എത്തണമെങ്കിൽ ദേവന്മാരുടെ അനുഗ്രഹം വേണം. അതുകൊണ്ട് പറയുന്നു ഇത് ഭദ്രമായി തീരട്ടെ. ആത്യന്തികമായ ഭദ്രം, മംഗളം, കല്യാണം എന്ന് പറയുന്നത് എന്താണ്? ജീവന്റെ മോചനം തന്നെ. അതുവരെ സംഭവിക്കണം ഇതുകൊണ്ട്, ഈ ഉപനിഷത്ത് ശ്രവണം കൊണ്ട്. അതിനുവേണ്ടി ഇവിടെ എല്ലാ ദേവന്മാരോടും, ഇവിടെ എന്താണ്, ഇവിടെ പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സിൽ വരുന്ന എല്ലാ ദേവന്മാരെയും പ്രാർത്ഥിക്കും. ആണ് ദേവാഹ ജത്രാഹ, അതെല്ലാത്തിനോടും ചേർക്കാം. മുമ്പുള്ള ഭാഗങ്ങളോടും പിന്നീട് വരുന്ന ഭാഗങ്ങളോടും ചേർക്കാം. കർണേഭി ഭദ്രം ശ്രൂയാമ, മംഗളകരമായത് കേൾക്കട്ടെ. തുടർന്ന് പറയുന്നു എന്താണ്? അക്ഷിഭി ഭദ്രം പശ്യേമ, കണ്ണുകൊണ്ട് മംഗളം കാണട്ടെ. അതും ഇവിടെ യോജിക്കുന്നവനെ കുറിച്ച് പറയുകയാണ്. അനുഷ്ഠാതാവാണ് യോജിക്കുന്നവനെന്ന് പറയുന്നു. അനുഷ്ഠാനം ചെയ്യുന്നവൻ, അത് ഇതുമായി ബന്ധപ്പെട്ടു. ഇവിടെ ഇപ്പം വിശേഷിച്ചും ഈ ഉപനിഷത്തിൽ പറഞ്ഞു എന്താണ്, ഇത് കേവലം ആ നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ച് മാത്രമേ പറയുന്നു. അപ്പൊ യോജിക്കുന്നവനെന്ന് പറയുമ്പോൾ ഇവിടെ കർമ്മവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സകാമകർമ്മമോ നിഷ്കാമകർമ്മമോ ഒന്നും ഇവിടെ വിഷയമേ അല്ല. എന്നാലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യജത്രാഹ, യോജിക്കുന്നവൻ. ഈ യജനത്തെക്കുറിച്ച് ഉപനിഷത്തുകളിലും പുരാണങ്ങളിൽ പോലും പലയിടത്തും, മഹാഭാരതത്തിലും എല്ലാം യോജിക്കുന്നവനെ കുറിച്ച് പറയുന്നു. യോജിക്കുന്നവൻ എന്ന് പറയുന്ന ഇവിടുത്തെ മുഖ്യമായ ഹോതാവ്, യാഗം ചെയ്യുന്നവൻ, പരമാർത്ഥത്തിൽ ഈ ജീവൻ തന്നെയെന്ന് പറയുന്നു. യാഗത്തിലുണ്ട് ഹോതാവ്, അധ്വരി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രത്യേകം ആൾക്കാരുണ്ട്. പക്ഷെ ആധ്യാത്മികമായ സന്ദർഭത്തിൽ അവിടെ യജനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജീവനാണ്. ഈ ശരീരത്തിന്റെ ഉള്ളിലിരുന്ന്
നിരന്തരം ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യാഗത്തിന്റെ ഉപകരണങ്ങളെല്ലാം ആ ജീവനോട് ചേർന്ന് തന്നെയുണ്ട്. അത് ബാഹ്യമായ ഉപകരണങ്ങളെയൊന്നും ആവശ്യമില്ല. ആ ജീവൻ സ്ഥിതി ചെയ്യുന്ന ആ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയെല്ലാം ഉപയോഗിച്ചിട്ട് നിരന്തരം യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലതരത്തിൽ പറയും. ഒന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ വിഷയങ്ങളാകുന്ന ഹവിസിനെ അർപ്പിക്കുന്നു. ഉപനിഷത്തുകളിൽ പറയുന്നതാണ്. അതാണ് വാസ്തവത്തിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശബ്ദസ്പർശരൂപ രസഗന്ധത്തിലുള്ള ഈ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങൾ ജ്ഞാനരൂപത്തിലുള്ള പ്രകാശമയങ്ങളായ ഇന്ദ്രിയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് യാഗം. യാഗത്തിൽ എന്ത് ചെയ്യുന്നു? അഗ്നിയിൽ ഹവിസിനെ അർപ്പിക്കുന്നു. അപ്പൊ ജീവയാഗത്തിൽ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഗ്നിയിൽ ഈ ഹവിസുകൾ സദാ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഹവിസുകൾ, ശബ്ദസ്പർശരൂപരസഗന്ധത്തിലുള്ള എല്ലാം ചെന്ന് ചേരുന്ന ഇവിടെ ജ്ഞാനരൂപത്തിലുള്ള അഗ്നി. ഇതൊരു യാഗമാണ്, ജീവയാഗം. അപ്പൊ യാഗം എന്ന് പറയുമ്പോൾ കർമ്മപ്രകരണത്തിൽ അഗ്നിഹോത്രവും മറ്റുമാണെങ്കിലും ഇവിടെ ഉപനിഷത്തിന്റെ പ്രകരണത്തിൽ വരുമ്പോൾ അതെന്താണ്? ജീവന്റെ യാഗമാണ്. ആ യാഗം മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യും. അവിടെയുണ്ട് ഹവിസ് വിഷയങ്ങളാണ്. മുഖ്യമായൊരു ഹവിസാണ് യാഗത്തിൽ ഉപയോഗിക്കുന്ന ഹവിസാണ് ഘൃതം. അത് ഈ ജീവനിൽ സദാ സമർപ്പിച്ചുകൊണ്ടിരിക്കും. ആന്തരികമായ അഹന്തയും മറ്റും ഘൃതരൂപത്തിൽ സദാ ഈ അഗ്നിയിൽ ദഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള യാഗസങ്കല്പങ്ങൾ ആധ്യാത്മിക പ്രകടനത്തിൽ ഉപനിഷത്തുകളിലും മറ്റാധ്യാത്മിക ശാസ്ത്രങ്ങളിലും എല്ലാം പറയുന്നു. അപ്പൊ അതിനെടുത്തു കഴിഞ്ഞാലും ഇവിടെ യാഗം ചെയ്യുന്നവനെന്ന് പറയുമ്പോൾ സാധാരണ അർത്ഥം കൊടുക്കേണ്ട കാര്യമില്ല. ജീവന്മാരെല്ലാവരും ഇവിടെ പറയുന്ന യജത്ര യാഗം ചെയ്യുന്നവരാണ്. അവരിലെല്ലാം സദാ നടന്നുകൊണ്ടിരിക്കുന്നു. ആ യാഗം മംഗളകരമായിരിക്കണം. എന്നുവെച്ചാൽ പരമമായ മംഗളത്തെ നൽകുന്നതിന് ഉപകരിക്കുന്നതായിരിക്കണം. ആ യാഗം നിർവിഘ്നമായി മുന്നോട്ട് പോകണം, നിർവിഘ്നമായി പരിസമാപിക്കണം. അതിനെന്ത് വേണം? അതാണ് അടുത്ത് പറയുന്നത്. സ്ഥിരൈഹി അംഗൈഹി തുഷ്ടുവാൻ തനൂഭി. തുഷ്ടുവാൻ സ്തുതിക്കുന്നവരായ, നേരത്തെ പറഞ്ഞ യജത്രാഹി യജിതാക്കൾ, യാഗം ചെയ്യുന്നവർ. സ്ഥിരൈഹി അംഗൈഹി സ്ഥിരമായ അംഗങ്ങളോടുകൂടി, എന്നുവെച്ചാൽ വ്യതിചലിക്കാത്ത അംഗങ്ങളോടുകൂടി. വിശേഷിച്ചും ആധ്യാത്മിക മാർഗത്തിലാണെങ്കിലോ ഈ അംഗങ്ങൾ അവനെ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതാണ്, സ്വയം അത് വ്യതിചലിക്കുന്നതുമാണ്. അപ്പൊ വ്യതിചലിക്കാത്ത അംഗങ്ങളോടുകൂടി ഈ യാഗം പൂർത്തിയാക്കണം. യാഗം പൂർത്തിയാകുന്ന എപ്പോഴാണ്? അതിന്റെ ഫലപ്രാപ്തിയിലാണ്. അല്ല ഇവിടെ യാഗം ചെയ്ത് അവസാനിപ്പിച്ചതുകൊണ്ട് യാഗം പൂർത്തിയാകത്തില്ല. യാഗപൂർത്തി എന്ന് പറയുന്നത് അതിൽ നിന്ന് പുണ്യമുണ്ടായി, ആ പുണ്യത്തിൽ നിന്ന് ഫലമുണ്ടായി, ആ ഫലത്തെ അവൻ അനുഭവിക്കുമ്പോഴാണ് യാഗം പൂർത്തിയാകുന്നത്. കർമ്മനിർവൃത്തി അത് യാഗപൂർത്തിയാണെന്ന് മീമാംസകരും പറയുന്നു. അപ്പൊ ഇവിടുത്തെ ഈ യാഗം, ജീവന്റെ യാഗം, അതിന്റെ പൂർത്തി എന്ന് പറയുന്നത് എന്താണ്? ഈ യാഗം ഇങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നാൽ പോരാ.
സർവ്വജീവന്മാരും അനിച്ഛയാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? വിഷയങ്ങളാകുന്ന ഹവിസ്സുകൾ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിച്ചുകൊണ്ടും ഈ യാഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ജീവന് കല്യാണം ഉണ്ടാകുന്നു. മറിച്ച് എന്ത് ചെയ്യണം? അത് വ്യതിചലിക്കാതെ പൂർത്തിയാകും. വ്യതിചലിക്കാതെ അതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് എന്താണ്? അത് ഫലപ്രാപ്തിയിലെത്തണം. അതുകൊണ്ട് അതിൽ നിന്ന് വ്യതിചലനം സംഭവിക്കാത്ത സ്ഥിരങ്ങളായ അംഗങ്ങളോടുകൂടി പറയുന്നു, തുഷ്ടുവാൻ സ്തുതിക്കുന്നവരായി സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഈ യാഗത്തെ പൂർത്തിയാക്കണം. ശരീരം കൊണ്ടും അംഗങ്ങളെ കൊണ്ടും. ശരീരത്തിനും അംഗങ്ങൾക്കും അത് ഭൗതികമാണ്. സ്വാഭാവികമായ പരിണാമങ്ങൾ അതിന് സംഭവിക്കും. ബാല്യം, യൗവനം, വാർദ്ധക്യം തുടങ്ങിയെല്ലാം സംഭവിക്കും. അതുകൊണ്ട് ശരീരത്തെ എന്നും ബലമുള്ളതാക്കി നിലനിർത്തണം എന്ന് പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമില്ല. അങ്ങനെ ആർക്കും നിലനിർത്താൻ പറ്റത്തില്ല. ഇനി ആരെങ്കിലും അത് നിലനിർത്തിയാൽ തന്നെ അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ടിവിടെ സാധകൻ പ്രാർത്ഥിക്കുന്നത് എന്താണ്? മാർഗഭ്രംശം വരുത്താത്ത, അതാണ് സ്ഥിരത എന്ന് പറയുന്നത്. അത് യൗവനമായിക്കൊള്ളട്ടെ, ബാല്യമായിക്കൊള്ളട്ടെ, വാർദ്ധക്യമായിക്കൊള്ളട്ടെ. പക്ഷെ ആധ്യാത്മിക മാർഗത്തിൽ നിന്നും മാർഗഭ്രംശം വരുത്താം. അതാണ് അതിന്റെ ദൃഢത എന്ന് പറയുന്നത്. ദൃഢങ്ങളായ അംഗങ്ങളെ കൊണ്ട്, ശരീരത്തെ കൊണ്ട് സ്തുതിക്കുന്നവരായി ജീവിതം എങ്ങനെ പരിണമിക്കണം? യത് ആയുഹു യത് തത് ദേവഹിതം വിഷയം. ഈ ആയുസ് അങ്ങയുടെ ഹിതത്തിനായിക്കൊള്ളട്ടെ. അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോ ഇവിടെ മനസ്സിലായല്ലോ, ഇവിടുത്തെ യാഗം എന്ന് പറയുന്നത് ഈ ആയുസ്സിനെ സംബന്ധിക്കുന്ന യാഗമാണ്, ബാഹ്യമായ യാഗമല്ല. ആ യാഗത്തിൽ പ്രാർത്ഥിക്കുന്ന വേണ്ടി മാത്രമുള്ളതുമല്ല. ഇവിടെ അവസാനം വന്നിരിക്കുന്ന ഇവിടെ ആയുസ്സിലേക്ക് വന്നിരിക്കുകയാണ്. ആയുസ് എന്ന് പറയുന്നത് എന്താണ്? ജീവന്റെ നിലനിൽപ്പാണ് ആയുസ്. അപ്പൊ തന്റെ ഈ നിലനിൽപ്പ് അത് ഈശ്വരഹിതത്തിനായി തീരട്ടെ എന്ന് വെച്ചാൽ തന്റെ കാമക്രോധങ്ങൾക്ക്, തന്റെ അഹന്തയ്ക്ക്, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവയുടെ എല്ലാം നിലനിൽപ്പിന് വേണ്ടി ഉള്ള ഒരു ജീവിതമായിരിക്കരുത്. മറിച്ചത് ദൈവഹിതത്തിനായിരിക്കണം, ഈശ്വരന്റെ ഹിതത്തിന് വേണ്ടിയായിരിക്കണം. ഈശ്വരൻ കാക്ഷിക്കുന്ന ജീവന്റെ ഹിതത്തിന് വേണ്ടിയായിരിക്കും. ഈശ്വരൻ കാക്ഷിക്കുന്ന ജീവന്റെ ഹിതം എന്താണ്? ജീവൻ അർഹിക്കുന്ന ജീവന്റെ ഹിതമാണ് അവന്റെ കാമപൂർത്തീകരണവും മറ്റും. അവൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുക. ജീവൻ അർഹിക്കുന്ന ജീവന്റെ ഹിതമാണ്, ദേവഹിതമല്ല. ഈശ്വരൻ ജീവന്റെ ഹിതമായി സങ്കല്പിച്ചിരിക്കുന്ന എന്താണ്? ആ ജീവന്റെ മോചനമാണ്, സംസാരത്തിൽ നിന്നുള്ള മോചനം. അതാണ് ദേവഹിതം. ആ ദേവഹിതത്തെ പ്രാപിക്കത്തക്ക രീതിയിൽ ഈ ആയുസ് വിനിയോഗിക്കപ്പെടട്ടെ വിഷയമ എന്നാണ്. മറ്റത്തിനും വേണ്ടി ഈ ആയുസ്, ഈ ജീവന്റെ നിലനിൽപ്പ് വിനിയോഗിക്കരുത് എന്നാണ് ഇവിടെ ഋഷിയുടെ പ്രാർത്ഥന. അപ്പൊ പരമമായ ഭദ്രം ഇവിടെ പറഞ്ഞു. മോക്ഷം, ജീവന്റെ നിശ്രേയസം, അത് അതിനുവേണ്ടി മാത്രമായിരിക്കട്ടെ ഈ ആയുസ്. മറ്റു തുച്ഛമായ ലൗകികമായ വിഷയപ്രാപ്തികൾക്ക് വേണ്ടി ആയിരിക്കരുത് ഈ ആയുസ് നിലനിൽക്കേണ്ടത് എന്നാണ് ഇവിടെ ഋഷി പ്രാർത്ഥിക്കുന്നത്. ഇതിലും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന വേറൊന്നില്ല. ഇതെങ്ങനെയുള്ള പ്രാർത്ഥന?
പറഞ്ഞല്ലോ, ഇത് സഹജമായ പ്രാർത്ഥനയാണ്. കാരണം ഇവിടെ പറയുന്ന ഈ യാഗം എന്ന് പറയുന്നത് സഹജമായി നടക്കുന്നതാണ്. വേദം പഠിച്ച് ചെയ്യുന്ന യാഗത്തെക്കുറിച്ചല്ല പറയും. അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം, പലതരത്തിലും വ്യാഖ്യാനിക്കാം, അവനവന്റെ ഭാവനയും സങ്കല്പവും അനുസരിച്ച്. ആധ്യാത്മികമായി ചിന്തിക്കുമ്പോൾ ഇവിടുത്തെ യാഗം എന്ന് പറയുന്നത് സഹജമായി നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈശ്വര നിശ്ചയമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു, അതിനെ സഹായിക്കുന്നതിന് അന്ധകരണവും അതിന്റെ വൃത്തികളും നിലനിൽക്കുന്നു. ഇതെല്ലാം സഹജമായി നടക്കുകയാണ്. അതിനാണ് പറഞ്ഞ സ്ഥിരൈരംഗൈഹി ധനൂഭി. അപ്പൊ ജീവൻ സദാ ഈശ്വരനെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് അത് സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനാണ് ഇവിടെ യാഗമെന്ന് പറയുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ പറയും, എന്താണോ ജീവന്റെ ഈ യാത്ര അല്ലെങ്കിൽ ജീവന്റെ ജീവിതം എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മൾ കൽപ്പിച്ചു കൂട്ടിയല്ല. നമ്മൾ ശാസ്ത്രം പഠിപ്പിച്ചോ ഗുരുവിനെ പ്രാപിച്ചിട്ടോ ഒന്നുമല്ല. സ്വാഭാവികമായി തന്നെ അത് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ബോധപൂർവം തിരിച്ചുവിടുന്നതിനാണ് ശാസ്ത്രവും ഗുരുവുമല്ല. അതല്ലാതെ തന്നെ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയുള്ളതാണ്. അത് സഹജമായി സ്വാഭാവികമായി ജീവന്റെ നിലനിൽപ്പും മുന്നോട്ടുള്ള ഈ ജീവിതവും അത് ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയാണെങ്കിൽ തീർച്ചയായും ഈ പ്രാർത്ഥനയും സഹജമായിരിക്കും. കൽപ്പിച്ചുകൂട്ടി ചെയ്യുന്ന പ്രാർത്ഥനയല്ല, സഹജമായുള്ള പ്രാർത്ഥനയാണ്, സ്വാഭാവികമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇവിടെ പറയുന്നത്. അത് ജീവനിൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഒരു ജീവൻ ആഗ്രഹിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കണം. എന്താണോ ഈ ആയുസ് ഈശ്വരഹിതത്തിനായി ആയിരിക്കണം, അതങ്ങനെ തന്നെ ആയിത്തീരും. അതാണ് ഇവിടെ ഋഷി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആയിത്തീരട്ടെ, അങ്ങനെ ആയിത്തീർന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി എല്ലാ ദേവന്മാരുടെയും എല്ലാ ഗുരുക്കന്മാരുടെയും എല്ലാ ഋഷിമാരുടെയും പരമാത്മാവിന്റെയും അനുഗ്രഹം ഉണ്ടാകും. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹം. ശരീരം നന്നാക്കാനും മനസ്സ് നന്നാക്കാനും ഇന്ദ്രിയങ്ങളെ നന്നാക്കാനും സർവത്തിനും എല്ലാം അതിനനുകൂലമായി വരണം. അതാണ് നന്നാകുക എന്ന് പറയുന്നത്. എല്ലാം മോക്ഷ പ്രാപ്തിക്ക് ഉപകരിക്കും. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് ഓരോ ദേവന്മാരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഏതൊക്കെ ഈ ദേവന്മാർ? ഇന്ദ്രനെ കുറിച്ച് പറയുന്നു, പൂഷാവിനെ കുറിച്ച് പറയുന്നു, കാക്ഷിനെ കുറിച്ച് പറയുന്നു, ബൃഹസ്പതിയെ കുറിച്ച് പറയുന്നു. ചില ജിജ്ഞാസുകൾ ചോദിക്കും, ഇവരുടെയൊക്കെ അഡ്രസ് എന്താണ്, ഇവരുടെയൊക്കെ വിശദ വിവരം കിട്ടണം. അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അതിനെ നമ്മൾ ശ്രുതിയുടെ തരത്തിൽ മനസ്സിലാക്കണം. എന്താണോ? ഏകം സത് വിപ്ര ബഹുധാ വദന്തി. അവിടെ പറയും, ആ ശ്രുതി മന്ത്രത്തിൽ പറയും എന്താണ്? ഇന്ദ്രനെന്നും ചന്ദ്രനെന്നും എല്ലാം പല പേരുകളിൽ പറയുന്നത് ഒരു പരമാത്മാവിനെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഇന്ദ്രൻ ആരാണ്, പൂഷാവ് ആരാണ്, അങ്ങനെയുള്ള ഗവേഷണം നടത്താൻ പോയിട്ട് കാര്യമൊന്നുമില്ല. നടത്തണമെന്നുള്ളൊരു നടത്തി എനിക്ക് സമയമില്ല. അപ്പൊ ശ്രുതിയുടെ ആ താല്പര്യത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കണം എന്താണ് ഏകം. ഈ പറയുന്ന പല പേരുകളിൽ പറയുന്നത് ഒരു പരമാത്മാവിനെ തന്നെയാണ്. ഒരേ ഒരു പരമാത്മാവ് തന്നെ നാമരൂപാത്മകമായ ഈ നാനാവിധ പ്രപഞ്ചമായി അനന്തമായ പ്രപഞ്ചമായി നിൽക്കുമ്പോൾ ഒരേ ഒരു പരമാത്മാവിനെ തന്നെ പല പേരിട്ട് വിളിക്കുന്നതിന് പ്രത്യേകിച്ച് ഗവേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണ്? വൃദ്ധശ്രവാഹ ഇന്ദ്രഹ നഹ സ്വസ്തി. ഇന്ദ്ര എന്നാണത് നമ്മൾ പിരിച്ചു വായിക്കുമ്പോൾ നഹ, ഞങ്ങൾക്ക് മംഗളമരുളട്ടെ. വൃദ്ധശ്രവാഹ വിശ്രുതനായിരിക്കുന്ന, ആ വിശ്രുതനായിരിക്കുന്ന ഇന്ദ്രൻ എന്ന് പറയുന്ന ഏത് ഇന്ദ്രനാണ്?
നമ്മുടെ സങ്കല്പം കൊണ്ട് നമ്മൾ ചെറുതാക്കുന്ന ഇന്ദ്രനല്ല. കീർത്തിമാനായിരിക്കുന്ന ഇന്ദ്രൻ ഈ പ്രപഞ്ചത്തിൽ കീർത്തിമാനായിരിക്കുന്നവൻ ആരാണ്? ഏറ്റവും വലിയ വിശ്വവിശ്രുതൻ, വൃദ്ധശ്രവൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ കീർത്തിയുള്ളവർ അതാരും ആ പരമാത്മാവ് തന്നെ. പരമാത്മാവിനോളം കീർത്തി മറ്റാർക്കുമില്ല. അതാണ് ഇന്ദ്രൻ എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത്. വൃദ്ധശ്രവനായിരിക്കുന്നവൻ, ഇന്ദ്രൻ എന്ന പേരിൽ സ്തുതിക്കപ്പെടുന്ന ആ പരമാത്മാവ് ഞങ്ങൾക്ക് മംഗളം നൽകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളെയും നൽകട്ടെ, മോക്ഷമാർഗത്തിലേക്ക് നയിക്കട്ടെ. സ്വസ്തിനഃ പൂഷാ വിശ്വവേദാഹ, വിശ്വവേദനായിരിക്കുന്ന, വിശ്വത്തെ അറിയുന്നവനായിരിക്കുന്നവൻ, സർവജ്ഞനായിരിക്കുന്ന ആ പൂഷാവെന്ന് പേരുകൊണ്ട് സ്തുതിക്കപ്പെടുന്നവൻ. പൂഷ എന്ന് പറഞ്ഞാൽ ഏത് ദേവനാണ്? മീമാംസയിൽ ചർച്ച ചെയ്യും. പൂഷ എന്ന് പറയുന്ന പല്ലില്ലാത്ത ദേവന്മാരാണ്. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു വിശേഷം കൊടുത്തിട്ടുണ്ട്. വിശ്വവേദം, വിശ്വത്തെ അറിയുന്നവൻ. വിശ്വത്തെ അറിയുന്ന പൂഷാവാരാണ്? മറ്റാർക്കറിയാൻ പറ്റും? നമ്മൾ സാധാരണ രീതിയിൽ ധരിച്ചിരിക്കുന്ന ഇന്ദ്രനും ചന്ദ്രനും ഒന്നും അറിയാൻ പറ്റത്തില്ല. ആ പരമാത്മാവിനെ അറിയാൻ പറ്റും. സർവജ്ഞത പരമാത്മാവിന് മാത്രമേ ഉള്ളൂ. ആ പരമാത്മാവും ഞങ്ങൾക്ക് ഈ മാർഗത്തിൽ മംഗളത്തെ നൽകട്ടെ. നഹ സ്വസ്തി സ്വസ്തി നഹ താക്ഷ്യോ അരിഷ്ടനേമിഹി, എല്ലാ അരിഷ്ടങ്ങളെയും വിഘ്നങ്ങളെയും നശിപ്പിക്കുന്നതിന് പ്രാപ്തനായിരിക്കുന്നത്, സർവ വിഘ്ന നിവാരകനായിരിക്കുന്ന ആരാണ്? ആ പരമാത്മാവിനെ സാധ്യമാകും. സർവശക്തനായ ഒരുവന് മാത്രമേ ഈ ജീവന്റെ ആധ്യാത്മിക മാർഗത്തിലുള്ള പൂർണ്ണ സർവവിഘ്നങ്ങളുടെയും പൂർണ്ണ വിനാശം അത് വരുത്താൻ സാധ്യമാകും. അപ്പൊ താക്ഷ്യൻ എന്ന് പറയുന്ന ആര്? ആ പേരുകൊണ്ട് സ്തുതിക്കപ്പെടുന്നതും ആ പരമാത്മാവ്. ആ പരമാത്മാവ് അപ്പൊ പല രൂപത്തിൽ സർവജ്ഞനായിരുന്നുകൊണ്ട്, വിശ്വവിശ്രുതനായിരുന്നുകൊണ്ട്, സർവവിഘ്ന നിവാരകനായിരുന്നുകൊണ്ട് ആ പരമാത്മാവ് ഞങ്ങൾക്ക് മംഗളം അരുളട്ടെ. എന്നാലും മുന്നോട്ട് നീങ്ങാൻ കഴിയും. ആർക്ക്? ഈ ജീവിതയാഗം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ജീവന്മാർക്കും, അതിൽ വിശേഷിച്ചും മോക്ഷകാംക്ഷികളായിരിക്കുന്നവർ, അവരെ പ്രാർത്ഥിക്കുന്നു. അവരെ ഈ മാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാത്ത എന്താണ്? ബൃഹസ്പതി നഹ സ്വസ്തി ദധാതു, സർവരക്ഷകനായിരിക്കുന്നവൻ. ബൃഹസ്പതി എന്ന് പറയുന്നത് അതാണ്, സർവത്തിനും രക്ഷകനായിരിക്കുന്നവൻ. അവൻ ഞങ്ങൾക്ക് സ്വസ്തി നൽകട്ടെ, ആ പരമാത്മാവ് എന്ന് ഇത് ഉപനിഷത്തിന്റെ ശാന്തി മന്ത്രമായി ഉപയോഗിക്കുന്നുണ്ട്. കർമ്മപ്രകടനത്തിലല്ല ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു ജീവന്റെ സഹജമായ പ്രാർത്ഥനയായി, മോക്ഷകാംക്ഷിയായ ഒരു ജീവന്റെ അന്തരംഗ പ്രാർത്ഥനയായിട്ട് ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ ആത്മവിചാരം അത് ഫലപ്രാപ്തിയിലെത്തുന്നതിന്, മോക്ഷപ്രാപ്തിയിലെത്തിക്കുന്നതിന് പരമാത്മാ അനുഗ്രഹം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ചർച്ച ചെയ്യുന്നത് നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചാണ്. യാതൊരു തരത്തിലുള്ള സന്ധിയുമില്ല, നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന, അങ്ങനെ നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് പോലും ഭാഷ്യകാരനും പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അടുത്ത 2 ശ്ലോകങ്ങളിൽ അവിടെ പ്രാർത്ഥന ആവശ്യമാണ്. അവിടെ ആരോട് പ്രാർത്ഥിക്കുന്നു? നിർഗുണ ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുന്നു, തുര്യനോട് പ്രാർത്ഥിക്കുകയാണ്. നസ്തുരീയ എന്ന് പറഞ്ഞ അടുത്ത് പറയും. പത്വസോ നസ്തുരീയ, ആ തുര്യൻ
നിർഗുണബ്രഹ്മം. നിർഗുണബ്രഹ്മത്തിനോട് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കുമ്പോൾ അതിന് ചെവിയുണ്ടോ? അതിനെ അനുഗ്രഹിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ള കുതർക്കങ്ങളൊന്നും ചോദിക്കരുത്. അവിടെയും പ്രാർത്ഥന കൂടിയിരിക്കും. അന്തരംഗ പ്രാർത്ഥന അത് കൂടിയിരിക്കും. ആ ഒരു ഭാവത്തെയാണ് നമ്മൾ ഈ ശാന്തി മന്ത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്. നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ഭാവമാണ്, പഠിക്കേണ്ട കാര്യമുണ്ട് വിശേഷിച്ച്. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഃ സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. അവസാനം ത്രിശാന്തി, അത് ത്രിവിധ ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയാണ്. അതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ഭാഷ്യകാരൻ ഇവിടെ മംഗളാചരണമാണ്. ഇവിടെ മംഗളാചരണ രൂപത്തിൽ 2 ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. ആ ശ്ലോകങ്ങളിൽ ഈ മാണ്ഡൂക്യോപനിഷത്തിന്റെ മുഴുവൻ സാരവും അതിൽ തന്നെ വന്നു കഴിഞ്ഞു. ഉപനിഷത്തിന്റെ ആശയത്തെ സംഗ്രഹിച്ച് 2 ശ്ലോക രൂപത്തിൽ ആദ്യം എഴുതിയിരിക്കുകയാണ്. യോ വിശ്വാത്മാ വിധിജ വിഷയാൻ പ്രാസ്യ ഭോഗാൻ സ്തവിഷ്ഠാൻ പശ്ചാസ്താന്യാൻ സ്വമതി വിഭവാൻ ജ്യോതിഷാസ്യന സൂക്ഷ്മാൻ സർവാനേതാൻ പുനരവിശനൈ സ്വാത്മനി സ്ഥാപയിത്വാ ഹിത്വാ സർവാൻ വിശേഷാൻ വിഗത ഗുണഗണ പത്വസൗ നസ്തുരീയ. ഓരോ വരിയായിട്ട് ഞാൻ വായിക്കാം, നിങ്ങൾ കൂടെ വായിക്കും. യോ വിശ്വാത്മാ വിധിജ വിഷയാൻ പ്രാസ്യ ഭോഗാൻ സ്തവിഷ്ഠാൻ ആരും അവസാനം വരെ എത്തിയില്ല, തുടങ്ങി എല്ലാവരും ഒരുമിച്ച്. സാരമില്ല, ഒരിക്കൽ കൂടെ ശ്രമിക്കാം. യോ വിശ്വാത്മാ വിധിജ വിഷയാൻ പ്രാസ്യ ഭോഗാൻ സ്തവിഷ്ഠാൻ പശ്ചാസ്ഥാന്യാൻ സ്വമതി വിഭവാൻ ജ്യോതിഷാസ്യേന സൂക്ഷ്മാൻ സർവാൻ ഏതാൻ പുനരഭിശനൈ സ്വാത്മനി സ്ഥാപയിത്വാ ഹിത്വാ സർവാൻ വിശേഷാൻ വിഗത ഗുണഗണ പത്വസൗ നസ്തുരീയഃ. വളരെ മനോഹരമായൊരു ശ്ലോകമാണിത്. നമുക്ക് മനോഹരമായി തോന്നിയോന്ന് എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ തോന്നുന്നു. അത് ശുദ്ധമായ അദ്വൈതം. ഇതിനകത്ത് വേറെ യാതൊരു കലർപ്പുമില്ല, ദേവന്മാരോ ദേവതകളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് രജ്ജുസർപ്പം മാത്രമേ പ്രതീക്ഷിക്കാവൂ, വേറൊന്നും പ്രതീക്ഷിക്കരുത്. അത് ആ രീതിയിൽ പറയുകയാണ് ഇവിടെ. യോ വിശ്വാത്മാ, അത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വിശ്വാത്മാവായിരിക്കുന്ന ഏതൊരുവനാണോ
അസൗ തുര്യഃ നഹ പാതു എന്നാണ്. എന്നുവെച്ചാൽ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, ജീവന്റെ 3 അവസ്ഥകളെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ജാഗ്രതത്തിൽ എന്ന് വെച്ചാൽ ഉണർന്നിരുന്ന് ഈ പ്രപഞ്ചത്തോട് താതാത്മ്യപ്പെട്ട്, സ്ഥൂല പ്രപഞ്ചത്തോട് താതാത്മ്യപ്പെട്ട് ഈ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ വിശ്വൻ എന്ന് വിളിക്കുന്നു, ശ്രുതി വിളിക്കുന്നു. അവന്റെ ആ പ്രവൃത്തി കൊണ്ട് ആ ജീവന് വിശ്വൻ എന്ന് പറയുന്നു. അതേ ജീവൻ തന്നെ സ്വപ്നത്തിൽ മനോമയങ്ങളായ വിഷയങ്ങളെ അനുഭവിച്ച് കൊണ്ടിരിക്കുമ്പോൾ അവന് തൈജസൻ എന്ന് പറയുന്നു. അതേ ജീവൻ തന്നെ സർവബന്ധവിമുക്തനായി ഈ കരണങ്ങളെല്ലാം അതാത് കാരണങ്ങളിൽ വിലയിച്ച് ആനന്ദഭുക്കായി ഇരിക്കുമ്പോൾ അവനെ പ്രാജ്ഞനെന്ന് പറയുന്നു. ഇനി സർവ ഉപാധിരഹിതന, ഇങ്ങനെയൊന്നും അവനെക്കുറിച്ച് ചിന്തിക്കാതെ, വിശ്വനായി കൽപ്പിക്കാതെ, ഇതെല്ലാം ജീവന്റെ കൽപ്പനയാണ്, താൻ തന്നെ കൽപ്പിക്കുന്നതാണ്. തന്റെ തന്നെ ഭിന്ന ഭാവങ്ങളെക്കുറിച്ച് സ്വയം അങ്ങനെ കൽപ്പിക്കാതെ, വിശ്വനായി കൽപ്പിക്കാതെ, തൈജസ്സനായി കൽപ്പിക്കാതെ, പ്രാജ്ഞനായി കൽപ്പിക്കാതെ, ഇതിനെല്ലാം ആധാരമായി ഇരിക്കുമ്പോൾ അവനെ തുര്യൻ എന്ന് പറയുന്നു. അടുത്ത് പറയും, തുര്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഭാഷയിൽ 4ാമത്തേതെന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ വ്യാകരണത്തിൽ പൂർണ്ണപ്രത്യാന്തം എന്ന് പറയും. പ്രഥമഃ ഒന്നാമത്തവൻ, ദ്വിതീയഃ രണ്ടാമത്തവൻ, തൃതീയഃ മൂന്നാമത്തവൻ, ചതുർത്ഥഃ നാലാമത്തവൻ. അതിന് പകരമാണ് പറയുന്നത് തുര്യഃ. ചതുർത്ഥ ശബ്ദത്തിന് പകരം ഉപയോഗിക്കുന്ന ഒന്നാണ് തുര്യ ശബ്ദം. അത് വ്യാകരണത്തിലെ അർത്ഥം, അല്ലെങ്കിൽ ഭാഷയിൽ പ്രയോഗിക്കുന്ന അർത്ഥം അതാണ്, 4ാമത്തത്. ഇവിടെ അർത്ഥമല്ല. അടുത്ത് പറയും എന്താണ്, പൂർണ്ണപ്രത്യയം അങ്ങനെ തുര്യൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് 4ാമത്തവനെന്ന് നമ്മൾ സാധാരണ പറയുന്ന അർത്ഥം ധരിക്കരുത്, അബദ്ധമാവും. അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു എന്താണ്, മായാസംഖ്യ അടുത്ത് പറയും. കാരണം സംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് സംഖ്യയിലുള്ള ഒരു സത്യത്വ ബോധം വരും. 1 എന്ന് പറയുന്ന ഒരു സംഖ്യ, അതിനൊരു നിലനിൽപ്പ് നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന സംഖ്യയിലൂടെ തുര്യ ശബ്ദത്തെയും അർത്ഥത്തെയും ധരിക്കരുത്. അത് മായാസംഖ്യയാണ്. സംഖ്യയുമായിട്ട് തന്നെ അവിടെ യാതൊരു ബന്ധവുമില്ല. 4ാമത്തവൻ എന്നുള്ള വാച്യാർത്ഥത്തിന് തന്നെ ധരിക്കരുത്. എന്തുകൊണ്ട്? അവൻ തന്നെയാണ് 1ാമത്തവനും, അവൻ തന്നെയാണ് 2ാമത്തവനും, 3ാമത്തവനും, അവൻ തന്നെയാണ് 4ാമത്തവനും. ഇവിടെ 4ാമത്തവൻ എന്ന് പറഞ്ഞാൽ അവൻ 1ാമത്തവൻ തന്നെ, വിശ്വൻ തന്നെ, തൈജസൻ തന്നെ, പ്രാജ്ഞൻ തന്നെ ഇവിടെ തുര്യൻ. അല്ല വിശ്വനിൽ നിന്നും തൈജസനിൽ നിന്നും പ്രാജ്ഞനിൽ നിന്നും ഭിന്നനായ ഒരുവനല്ല. പിന്നെന്താ അതിനെ തുര്യനെന്ന് പറയുന്നത്? വിശ്വ തൈജസ പ്രാജ്ഞൻ എന്ന ഭാവത്തിൽ നിൽക്കുന്ന ഏകനെന്ന് കാണിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ആരോപിതങ്ങളായിരിക്കുന്ന, അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരോപിതങ്ങളായിരിക്കുന്ന ഈ ഭാവങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നവൻ. അപ്പൊ അവനെ നമുക്ക് സാധാരണ രീതിയിൽ 4ാമത്തവനെന്നങ്ങനെ പറയാൻ പറ്റത്തില്ല. സർവാധാരമായിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ തുര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ തുര്യൻ, അതാരാണ് ആ തുര്യൻ? തന്റെ തന്നെ യഥാർത്ഥ സ്വരൂപമാണ്. ശ്രവിക്കുന്നവന്റെ, ചിന്തിക്കുന്നവന്റെ യഥാർത്ഥമായ സ്വരൂപമാണ്. അത് തന്നിൽ നിന്ന് അന്യമായ ഒന്നല്ല, തന്റെ വാസ്തവ സ്വരൂപമാണ്. അത് തന്നെ രക്ഷിക്കട്ടെ എന്നാണ്. അതിനെങ്ങനെ തന്നെ രക്ഷിക്കാൻ പറ്റും? തനിക്കെങ്ങനെ തന്നെ രക്ഷിക്കാൻ പറ്റും? അതിവിടെ പറയും എന്താണ്? മായയാ. ഇതെല്ലാം ആ തുര്യൻ തന്നെ മായ കൊണ്ട് ചെയ്യുന്നതാണ്. എല്ലാം വിശ്വ തൈജസ പ്രാജ്ഞഭാവങ്ങളെല്ലാം സ്വന്തം മായ കൊണ്ട്
സൃഷ്ടിക്കുന്നതാണ്. അങ്ങനെ മായ കൊണ്ട് സൃഷ്ടിക്കുന്ന അവൻ അവനോട് പ്രാർത്ഥിക്കുന്നതും അവൻ അനുഗ്രഹിക്കുന്നതും എല്ലാം ആ മായാശക്തിയിലൂടെയാണ്. എന്തുകൊണ്ട്? പരമാർത്ഥത്തിൽ അവൻ നിർഗുണനാണ്. പരമാർത്ഥത്തിൽ നിർഗുണനായിരിക്കുന്ന അവനോട് പ്രാർത്ഥിക്കാനും അനുഗ്രഹിക്കുന്നതിനുമെല്ലാം തന്റെ മായാശക്തിയിലൂടെ എല്ലാം സംഭവിക്കുന്നു. അതാവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ പറയും മായ ഭോജയൻ എന്ന് പറയും. അങ്ങനെയുള്ള ആ തുര്യൻ രക്ഷിക്കട്ടെ. അവൻ എങ്ങനെയിരിക്കുന്നു? തുടങ്ങുന്നത് എങ്ങനെയാണ്? വിശ്വാത്മാവായിരിക്കുന്നു, വിശ്വഭാവത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിലിരുന്ന് എന്നർത്ഥം. അവിടെ ഒരു ശ്ലോകം കൂടെ ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. നിങ്ങളെക്കാളും വലിയ മണ്ടൻ ഞാൻ, എന്നെക്കാളും വലിയ മണ്ടന്മാരും നിങ്ങൾ. ഒരു ശ്ലോകം കൂടി അവിടെയുണ്ട്. രണ്ടാമത്തെ ശ്ലോകത്തിലേക്കാണ് പോയത്. കുഴപ്പമില്ല, രണ്ടും ഒന്ന് തന്നെ. രണ്ടിലും പറയുന്ന ഒരു കാര്യം തന്നെ. എന്തായാലും ഇതങ്ങ് തീർക്കാം. വിശ്വാത്മാവായിരിക്കുന്നവൻ. മറ്റേ ശ്ലോകത്തിനും അത് തന്നെ പറയുന്നു, ഇതേ കാര്യം തന്നെ പറയുന്നു. അതിന്റെ ആ മൂന്നവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. വിശ്വാത്മാവായിരിക്കുന്നവൻ, ഈ പ്രപഞ്ചരൂപത്തിലിരിക്കുന്നവൻ, വിധിജ വിഷയാൻ പ്രാശ്യ, ജാഗ്രതത്തിലിരുന്നുകൊണ്ട് അവൻ എന്താണ് ചെയ്യുന്നത്? ഇവിടെ പറയുന്നു വിധിജ വിഷയാൻ, വിധിജങ്ങളായ വിഷയങ്ങളെ, വിധിജങ്ങളായ വിഷയങ്ങളെന്ന് പറയുമ്പോൾ സുഖദുഃഖങ്ങളെ, ധർമാധർമ്മ രൂപത്തിലുള്ള സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു ഈ ജാഗ്രതത്തിലിരുന്നുകൊണ്ട്. ഭോഗാൻ സ്ഥവിഷ്ടാൻ, സ്ഥൂലങ്ങളായ ഭോഗങ്ങളെ അനുഭവിക്കുന്നു. ഇതെല്ലാം നമ്മൾ പല സന്ദർഭങ്ങളിലും വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അനുഭവത്തെക്കുറിച്ചും സുഖദുഃഖങ്ങളെക്കുറിച്ചും ധർമാധർമ്മങ്ങളെക്കുറിച്ചുമല്ല. അതുകൊണ്ട് ഇനി വീണ്ടും അതിനെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ജാഗ്രതത്തിലിരുന്ന് സുഖദുഃഖ രൂപത്തിലുള്ള വിഷയങ്ങളെ അനുഭവിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അന്യാൻ സ്വമതി വിഭവാൻ, സ്വപ്നത്തിൽ തൈജസ്സനായിരുന്നുകൊണ്ട് സ്വമതി വിഭവാൻ, സ്വമതി വിഭവങ്ങൾ തന്റെ തന്നെ മനോമയങ്ങളായ മതിയുടെ വിഭവങ്ങളാണ്, ബുദ്ധിയുടെ വിഭവങ്ങളാണ്. നാനാതരത്തിലുള്ള വിഷയങ്ങളെ അതനുഭവിക്കുന്നു. പ്രാച്യ, എങ്ങനെ? സേന ജ്യോതിഷ, ആ വിഷയങ്ങളെങ്ങനെ? സൂക്ഷ്മാൻ വിഷയാൻ, സൂക്ഷ്മ വിഷയങ്ങളെ. ജാഗ്രതത്തിൽ സ്ഥൂല വിഷയങ്ങളെ അനുഭവിക്കുന്നു, സ്വപ്നത്തിൽ സൂക്ഷ്മ വിഷയങ്ങളെ അനുഭവിക്കുന്നു, സ്വതേജസ അനുഭവിക്കുന്നു. അവിടെ മറ്റൊന്നുമില്ല. ജ്യോതിഷ സേന, തന്റെ ജ്യോതിഷ് കൊണ്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ജാഗ്രതത്തിൽ ഇതിനെ അനുഭവിക്കുന്നതിന് ബാഹ്യ ജ്യോതിസിന്റെ സഹായമുണ്ട്, സ്ഥൂലപ്രകാശത്തിന്റെ സഹായമുണ്ട്. ഉള്ളിൽ ആത്മപ്രകാശം മാത്രമേ ഉള്ളൂ. സർവാനേതാൻ പുനരഭിശനൈ സ്വാത്മനി സ്ഥാപയിത്വ, സർവത്തെയും പുനരഭി സുഷുപ്തിയിൽ, ജാഗ്രതയും സ്വപ്നത്തെയും രണ്ടിനെയും സ്വാത്മനി സ്ഥാപയിത്വ ശനൈഹി, ശനൈന്ന് വെച്ചാൽ പതുക്കെ, അനായാസമായി നടത്തും. അനായാസമായി തന്നെ സ്ഥാപിക്കുന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ ജാഗ്രതത്തിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും ആ സുഷുപ്തിയിലേക്ക് അവൻ കടക്കുന്നത് സ്വയം തന്നെ അറിയുന്നില്ല. അതാണ് ശനി എന്ന് പറഞ്ഞത്. അതിനവന് ആയാസത്തിന്റെ ആവശ്യമില്ല. സുഷുപ്തിയിലേക്ക് പോകാതിരിക്കുന്നതിന് ആയാസമാണ്. ഉറക്കം വരാതിരുന്നാൽ അത് ആയാസമാണ്. പക്ഷെ ഉറക്കത്തിലേക്ക് പോകുന്നത് ഏറ്റവും ആയാസരഹിതമായ കാര്യമാണ്. കാരണം അവിടെ യത്നത്തിന്റെ ആവശ്യമില്ല, അറിയുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സഹജമായി നടത്തും. അങ്ങനെ സഹജമായി ഇതിനെല്ലാം തന്നിൽ തന്നെ സ്ഥാപിച്ചു അവലയിപ്പിച്ചു. ഇതെല്ലാം ഇവിടെ പോകുന്നു. ഉണർന്നിരുന്ന് അനുഭവിക്കുന്ന ഈ സ്ഥൂലങ്ങളായിരിക്കുന്ന ഈ കോലാഹലങ്ങളും സ്വപ്നത്തിൽ ഉണ്ടായിരുന്ന അസൂക്ഷ്മമായ
വിഷയങ്ങളുമെല്ലാം എവിടേക്ക് പോയി? സ്വാത്മനി, തന്നിൽ തന്നെ പോയിട്ട് സ്ഥാപയിത്വാ ഹിത്വാ സർവാൻ വിശേഷാൻ, സർവവിഷയങ്ങളെയും ഉപേക്ഷിച്ചിട്ട് എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ച് അവൻ സങ്കല്പിച്ചോ അനുഭവിച്ചോ, സ്ഥൂലവും സൂക്ഷ്മവും കാരണമോ എന്തു പറഞ്ഞാലും എല്ലാം വിഗത ഗുണഗണ നിർഗുണൻ, അതാണ് വിഗത ഗുണഗണൻ ആയിരിക്കുന്ന തുരിയ അസോ തുരിയ നഹ പാതു, ആ എന്റെ സ്വരൂപമായി തന്നെ ഇരിക്കുന്ന ആ തുര്യൻ ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ്. അപ്പൊ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ ഈ നാനാവിധത്തിലുള്ള പ്രപഞ്ചാനുഭവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവനായ ആ തുര്യൻ, ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ സ്ഥിതി ചെയ്യുന്നവനായിട്ടാണ് ഇവിടെ തുര്യനെ പറയുന്നത്. ആ തുര്യൻ ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന്. എന്നാൽ ആ ജാഗ്രത സ്വപ്ന സുഷുപ്തികളോട് ബന്ധമില്ലാത്തവനായിരിക്കുന്നു, അതുകൊണ്ട് അവനെ തുര്യനെന്ന് വിളിച്ചു. ജാഗ്രതത്തിനോട് തുര്യന് ബന്ധം വരുമ്പോൾ അവനെ എന്ത് പറയും? വിശ്വൻ എന്ന് പറയും. സ്വപ്നത്തിനോട് ബന്ധം വന്നാൽ അവനെ തൈജസൻ എന്ന് പറയും. സുഷുപ്തിയോട് ബന്ധം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രാജ്ഞൻ എന്ന് പറയും. എങ്ങനെ ബന്ധം വരും? ഇവിടെ പറയും മായാബന്ധം. ബന്ധമില്ലാതിരുന്നു കഴിഞ്ഞാലോ അവൻ തന്നെ തുര്യൻ. ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും അതിനാധാരമായി സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ള ആ തുര്യൻ ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇതേ ആശയത്തിൽ തന്നെ വരുന്നതാണ് അതിനു മുമ്പുള്ള പ്രാർത്ഥന. പ്രജ്ഞാനാം സുപ്രധാനൈ സ്ഥിരചര നികരം വ്യാപിഭിർ വ്യാപ്യലോകാൻ ഭുക്ത്വാ ഭോഗാൻ സ്ഥവിഷ്ഠാൻ പുനരവിധിഷണോദ്ഭാസിതാൻ കാമജന്യാൻ പീത്വാ സർവാൻ വിശേഷാൻ സ്വവിധി മധുരഭും മായയാ ഭോജയന്നോ മായാസംഖ്യാതുരീയം പരം അമൃതം അജം ബ്രഹ്മ എത്തന്നതോസ്മി. ഓരോ വരിയായിട്ട് ഞാൻ വായിക്കാം. പ്രജ്ഞാനാം സുപ്രധാനൈ സ്ഥിരചര നികരം വ്യാപിഭിർ വ്യാപ്യലോകാൻ ഭുക്ത്വാ ഭോഗാൻ സ്തവിഷ്ഠാൻ പുനരവിധിഷണോദ്ഭാസിതാൻ കാമജന്യാൻ പീത്വാ സർവാൻ വിശേഷാൻ സ്വപിതി മധുരഭും മായയാ ഭോജയന്നോ മായാസംഖ്യാതുരീയം പരം അമൃതം അജം ബ്രഹ്മയത്തന്നതോസ്മി. ഇത് വായിക്കുന്ന കേട്ടിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഞാനിത് ഓരോ പാദമായിട്ട് പിരിച്ചാ വായിച്ചത്. എന്നിട്ടും വലിയ പ്രയാസമാണ്. ഇതും വളരെ മനോഹരമായ ശ്ലോകമാണ്. ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. ഞാൻ ആവേശം കൊണ്ട് രണ്ടാമത്തേലേക്കും കടന്നുപോയി. രണ്ടും ഒന്ന് തന്നെ, കുഴപ്പമില്ല. പ്രജ്ഞാനാം സുപ്രധാനൈ സ്ഥിരചര നിരകം വ്യാപിവി. സ്ഥിരചര നികരങ്ങൾ, സ്ഥിരവും ചരവുമായ ഈ പ്രപഞ്ച സമൂഹം. സ്ഥിരം എന്ന് പറഞ്ഞാൽ സ്ഥിരമായ വസ്തുക്കൾ, പൃഥ്വിയും മറ്റും. ചരവെന്ന് വെച്ചാൽ ചരിക്കുന്നവ, ചരാചരങ്ങളെന്ന് സാധാരണ പറയുമല്ലോ, മനുഷ്യരും മറ്റും. അതിന്റെ സമൂഹത്തെ വ്യാപിച്ചിരിക്കുന്ന പ്രജ്ഞാനാംശപ്രധാനൈഹി എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തെ ആകമാനം ആസകലം വ്യാപിച്ചിരിക്കുന്ന പ്രജ്ഞാനാംശുക്കൾ, ജീവകിരണങ്ങൾ, വ്യാപകമായ ജീവകിരണങ്ങൾ എന്ന് വെച്ചാൽ അനന്തമായ ജീവകിരണങ്ങൾ കൊണ്ട് ഈ ചരാചരങ്ങൾ വ്യാപിച്ചിരിക്കുന്നു.
പരമാത്മാവിനെ സൂര്യനോട് ഉപമിക്കുകയും ജീവന്മാരെ അതിന്റെ കിരണങ്ങളോട് ഉപമിക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണയാണ് ആധ്യാത്മിക ശാസ്ത്രം. അതാണ് ഇവിടെ പറയുന്നത്. ആ പരമാത്മ സൂര്യന്റെ കിരണങ്ങളാൽ ഈ ചരാചര പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം. അങ്ങനെയുള്ള സ്വകിരണങ്ങളെ കൊണ്ട് ജീവരൂപത്തിലുള്ള ആ കിരണങ്ങളെ കൊണ്ട് ആ ചൈതന്യ അംശങ്ങളെ കൊണ്ട് ലോകാൻ വ്യാപ്യ തുര്യനെ കുറിച്ച് പറയുകയാണ്. ഈ ലോകത്ത് മുഴുവൻ വ്യാപിച്ചിട്ട് എന്ത് ചെയ്യുന്നു? നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ അല്ല പറയണം, അത് കുറച്ചുകൂടി സ്പഷ്ടമാണ്. സ്ഥവിഷ്ടാൻ ഭോഗാൻ ഭുക്ത്വ, അതിന് സ്ഥൂലമായ വിഷയങ്ങളെ അനുഭവിച്ചിട്ട്. നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ആ ശ്ലോകത്തിൽ എന്താണ് വിശ്വാത്മാ എന്ന് പറഞ്ഞ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവിടെ വിശ്വൻ, തൈജസൻ, പ്രാചീൻ എന്ന് പ്രത്യേകം പറഞ്ഞെങ്കിൽ ഇവിടെ അങ്ങനെ പേരെടുത്ത് പറയാതെ പറയുകയാണ്. അതാണ് ഭുക്ത്വ ഭോഗാൻ സ്ഥവിഷ്ടാൻ, സ്ഥൂലമായ വിഷയങ്ങളെ അനുഭവിച്ചിട്ട്. അത് അവിടെ എങ്ങനെ പറഞ്ഞു? ഭോഗാൻ സ്ഥവിഷ്ടാൻ പ്രാസ്യ എന്ന് പറഞ്ഞു. ഇവിടെ എങ്ങനെ പറഞ്ഞു? ഭുക്ത്വ ഭോഗാൻ സ്ഥവിഷ്ടാൻ എന്ന് പറഞ്ഞു. വ്യത്യാസം വല്ലതും ഉണ്ടാ? അതുകൊണ്ടാണ് ഞാനത് ആദ്യം വായിച്ചത്, അബദ്ധത്തിൽ പോയല്ല. രണ്ടും ഒരേ ആശയം തന്നെ പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ അത് കുറച്ചുകൂടെ വ്യക്തമാണ്. പ്രാജ്ഞൻ, തൈജസൻ, വിശ്വൻ എന്നിങ്ങനെ അവിടെ വേർതിരിച്ച് പറയുന്നുണ്ട്. പുനരപി ധിഷണോഭാസിതാൻ കാമജന്യാൻ, പുനരപി വീണ്ടും സ്വപ്നത്തെക്കുറിച്ച് പറയുന്നു. അടുത്ത ശ്ലോകത്തിൽ എന്ത് പറഞ്ഞു? ജ്യോതിഷ സേന സൂക്ഷ്മാൻ സ്വമതി വിഭവാൻ. ഇവിടെ എന്താണ് പറയുന്നത്? കാമജന്യാൻ ധിഷണോദ്ഭാസിതാൻ പീത്വ. അവിടെ എന്താണ് പറഞ്ഞത്? പ്രാശ്യ. ഇവിടെ ഭുക്ത്വ പീത്വ എന്ന് പറയുന്നു. രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത്. രണ്ടും താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ട് അടുത്തത് ആദ്യം വായിച്ചത്. ധിഷണോദ്ഭാസിതാൻ കാമജന്യാൻ പീത്വ. ധിഷണോദ്ഭാസിതാൻ ബുദ്ധി, ധിഷണ എന്ന് വെച്ചാൽ അതിന്റെ ഉദ്ഭാസിതാൻ, ആ ബുദ്ധി സൃഷ്ടിച്ചത്, അന്ധക്കരണം തന്നെ സൃഷ്ടിച്ചത്. അതിനവിടെ എന്ത് പറഞ്ഞു? സ്വമതി വിഭവാൻ എന്ന് പറഞ്ഞു. സ്വബുദ്ധിയുടെ വിഭവങ്ങളാണ്. അതിനിവിടെ ധിഷണ ഉദ്ഭാസിതാൻ എന്ന് പറഞ്ഞു. സ്വപ്നം എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധികൽപ്പനയാണ്. കാമജന്യാൻ, കാമജന്യങ്ങളാണ് വിഷയങ്ങളെല്ലാം. പീത്വ, വാസനാജന്യങ്ങളെന്നും പറയും. ആനന്ദഗിരി വ്യാഖ്യാനിക്കും വാസനാജന്യങ്ങളായ വിഷയങ്ങളെന്നും. അതിനെ അനുഭവിച്ചിട്ട് സ്വപ്നത്തിൽ രണ്ടും ഒന്നായി. പീത്വ സർവാൻ വിശേഷാൻ പീത്വ, സർവവിഷയങ്ങളെയും പീത്വ എന്ന് വെച്ചാൽ വാച്യാർത്ഥം കുടിച്ചിട്ടെന്നാണ്. പക്ഷെ ഇതിന്റെ അർത്ഥം അതല്ല. സർവാൻ ഏതാൻ പുനരപി ശനൈ സ്വാത്മനി സ്ഥാപയിത്വ. അതാണ് സർവവിഷയങ്ങളെയും തന്നെ തന്നെ വിലയിപ്പിച്ചിട്ട്. അതാണ് ഇവിടെ പീത്വ എന്ന് പറഞ്ഞത്. അതിവിടെ സർവാൻ വിശേഷാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്വപിതി മധുരഭുക്, മധുരഭുക്കായി ആനന്ദഭുക്ക് എന്നടുത്ത് ശ്രുതി പറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മധുരഭുക്, മധുരഭുക്കായി ആനന്ദത്തെ അനുഭവിക്കുന്നവനായി സ്വപിതി ഉറങ്ങുന്നു. ഇതെല്ലാം മായയാ ഭോജയൻ. ഈ കോലാഹലങ്ങളെല്ലാം മായ കൊണ്ട് അനുഭവിപ്പിക്കുന്നവൻ. ഏത്? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഇതല്ല ജീവന് എങ്ങനെ അനുഭവിക്കുന്നു? മായ കൊണ്ട്. ഭോജയന്നഹ, നമ്മളെ അനുഭവിപ്പിക്കുന്നവൻ. അതാരാണ്? തുര്യൻ. തുര്യൻ എന്ന് പറയുമ്പോൾ അതിന്റെ വാച്യാർത്ഥം നാലാമത്തവൻ എന്നുള്ള അർത്ഥം എടുക്കരുത്. അതുകൊണ്ട് പറഞ്ഞു മായാസംഖ്യ.
ഇവിടെ തുരീയ ശബ്ദത്തിൽ സംഖ്യാർത്ഥം വരുന്നുണ്ട്. പക്ഷെ അത് മായയാണ്, അത് വാസ്തവമല്ല. അതിന് സംഖ്യാർത്ഥം നിങ്ങൾ എടുക്കരുത്, നാലാമത്തവനെന്നുള്ള അർത്ഥം എടുക്കരുത്. മായാസംഖ്യാ തുരീയൻ എന്നാണ്. ആ നിർഗുണഭാവത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഇവിടെ തുരീയ ശബ്ദം ഉപയോഗിച്ചതാണ്. ഒരിക്കലും അതിന് നാലാമത്തവനെന്നുള്ള അർത്ഥം എടുക്കരുത്. അത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലുമെല്ലാം സർവാധാരമായി നിലനിൽക്കുന്നവനാണ്. ചിലർ പറയുന്നതാണ് ജാഗ്രതത്തിലില്ലാത്തത് സ്വപ്നത്തിലില്ലാത്തത് സുഷുപ്തിയിലില്ലാത്ത ഒന്നാണ് തുര്യനെന്നും ധരിക്കും. അങ്ങനെയല്ല. അത് ഒരിടത്തും ഒരു കാലത്തും ഒരു ദേശത്തും ഇല്ലാത്തവനല്ല. ഏത് കാലത്തിലും ഏത് ദേശത്തു നിന്നും അവൻ മാത്രമേ ഉള്ളൂ. അതാണ് തുര്യൻ. അങ്ങനെയുള്ള ആ തുര്യൻ, മായാസംഖ്യ തുര്യൻ, അതാണ് പരമം, അതാണ് അമൃതം, അതാണ് അജം, അത് തന്നെയാണ് ബ്രഹ്മം. ജീവാത്മ പരമാത്മ ഏകത്വത്തെ പറയുന്നു. അത് അതിനെ നത്വസ്മി, അതിനെ ഞാൻ നമസ്കരിക്കുന്നു. പത്വസു നസ്ത്രീയ, ആ തുര്യൻ ഞങ്ങളെ രക്ഷിക്കട്ടെ. അപ്പോൾ പരമാത്മാവിനെ നിർഗുണഭാവത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിനെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ പരമാത്മാവിന്റെ പാരമാർത്ഥിക ഭാവത്തെ ബോധിപ്പിച്ചുകൊണ്ട് അതിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇതൊന്നും തടസ്സമല്ല എന്നൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മൾക്ക് പരസ്പരം അങ്ങോട്ടും വിരോധം ഉള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധം ഉള്ളതുപോലെ ഈ നിർഗുണ ബ്രഹ്മവും സഗുണബ്രഹ്മവും എന്ന് വെച്ചാൽ രണ്ട് പരസ്പര വിരോധമുള്ള പരമശത്രുക്കളാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഇവർ ശത്രുക്കളല്ല. നിർഗുണ ബ്രഹ്മവും സഗുണ ബ്രഹ്മവും എന്ന് പറയുന്നത് ശത്രുക്കളല്ല. അവർ തമ്മിൽ വിരോധമൊന്നുമില്ല. ഒന്ന് തന്നെയാണ് രണ്ടായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ആ നിർഗുണ ബ്രഹ്മം അതിനെ തന്നെ പരമമായി ബോധിപ്പിച്ചുകൊണ്ട് അതിനോട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയിൽ യാതൊരു യുക്തിവൈരുദ്ധ്യമോ തത്വവൈരുദ്ധ്യമോ ഇല്ല. അതും ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ട് ശ്ലോകം ഞാനൊന്ന് വായിക്കാം. പ്രജ്ഞാനാം സുപ്രധാനൈ സ്ഥിരചര നിരകം വ്യാപിർ വ്യാപ്യലോകാൻ ഭുക്വാ ഭോഗാൻ സ്ഥവിഷ്ഠാൻ പുനരഭിധിഷണോദ്ഭാസിതാൻ കാമജന്യാൻ പീത്വാ സർവാൻ വിശേഷാൻ സുവിധി മധുരഭുക് മായയാ ഭോജയന്നോ മായാ സംഖ്യാതുരീയം പരം അമൃതമജം ബ്രഹ്മയത്തത് നതോസ്മി യോ വിശ്വാത്മാ വിധിജ വിഷയാൻ പ്രാസ്യ ഭോഗാൻ സ്ഥവിഷ്ഠാൻ പശ്ചാസ്ഥാന്യാൻ സ്വമതി വിഭവാൻ ജ്യോതിഷാ സ്വേന സൂക്ഷ്മാൻ സർവാൻ ഏതാൻ പുനരഭിശനൈ സ്വാത്മനി സ്ഥാപയിത്വാ ഹിത്വാ സർവാൻ വിശേഷാൻ വിഗതഗുണഗണ പാത്വസൗ നസ്തുരീയഃ. ഇത് അടുത്ത ദിവസം വരുമ്പോൾ ഇത് വായിക്കാൻ പഠിച്ചുകൊണ്ട് വരണം. ഞാൻ എഴുന്നേറ്റ് നിർത്തി വായിപ്പിക്കും, മോശമാവരുത്. ശാന്തി ശാന്തി ശാന്തി. ഓം